അവിടെയുള്ള ജനങ്ങളെല്ലാം ജീവിക്കുന്നത് ഈ ഗോമൂത്രം കുടിച്ചിട്ടും ചാണകം കഴിച്ചിട്ടുമാണല്ലോ. 2 വർഷം കൊണ്ട് 850 കോടി ചിലവിൽ ബീഹാറിൽ ഒരു സീതാക്ഷേത്രം പണിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കും. അടിപൊളി. അല്ലാന്നുണ്ടെങ്കിലും ബീഹാറിലിപ്പോൾ കുറച്ച് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെ ഒക്കെ ഒരു കുറവേ ഉള്ളൂ. അല്ലാണ്ട് വിദ്യാഭ്യാസം വേണ്ട, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമേ അല്ല. അവിടെയുള്ള ജനങ്ങളെല്ലാം ജീവിക്കുന്നത് ഈ ഗോമൂത്രം കുടിച്ചിട്ടും ചാണകം കഴിച്ചിട്ടുമാണല്ലോ. ഇപ്പോൾ അവിടെ നിർബന്ധമുള്ള കാര്യം ക്ഷേത്രം പണിയണമൊക്കെയാണ്. അത് 850 കോടി ചിലവിലൊക്കെ. ഈ ഭരണത്തിലിരിക്കുന്ന കിഴങ്ങന്മാർക്ക് പ്രാന്താണോ അതോ പ്രാന്തുള്ളമാരെ അഭിനയിക്കുകയാണോ? 850 കോടി രൂപ. ഈ 850 കോടി രൂപക്ക് ആ നാട്ടിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ക്ഷേത്രം പണിയാനും. ഇത്രയും അധംപതിച്ച് ഇത്രയും ഗതികെട്ട് പോലെ നമ്മുടെയൊക്കെ രാജ്യം. മറ്റുള്ള നാടുകളൊക്കെ വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് ദാരിദ്ര്യവും അതുപോലെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസക്കുറവ്, ഇതിലും നല്ല മുൻനിരയിൽ കയറിക്കൊണ്ടിരിക്കണം നമ്മുടെ നാട്. നല്ല ഡെവലപ്മെൻറ്റാണ്. ദൈവത്തിന് നല്ല ആഞ്ഞു വിളിച്ചോ. തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവും ദാരിദ്ര്യവും എല്ലാം ദൈവം പെട്ടെന്ന് മാറ്റിത്തരും. നമ്മളതിനെ ഇറങ്ങൊന്നും വേണ്ട. നമ്മൾ ഈ പള്ളികളും അമ്പലങ്ങളൊക്കെ പണിതിട്ട് മിണ്ടാതെ ദൈവത്തിന് പ്രാർത്ഥിച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ ദൈവം നോക്കിക്കോളും.